ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2026 റിലീസായ ടീച്ച് യു എ ലെസൺ എന്ന ഒരു ഹൈസ്കൂൾ ആക്ഷൻ ഡ്രാമ സീരീസാണ്. മൊത്തം 10 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഹോജിൻ്റെ വൈഫായ ചോയ് ചിയോൾ എന്ന സ്റ്റുഡൻറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നതും കുത്തുകൊണ്ട് അവൾ മരണപ്പെടുന്നതുമാണ്. കോടതിയിൽ അവൻ എന്നോട് ഏറ്റവും നന്നായി പെരുമാറിയിരുന്നത് ടീച്ചറാണ്. എന്നെ എല്ലാവരും കൈവിട്ടപ്പോൾ പോലും മിസ്സ് മാത്രമാണ് എൻ്റെ കൂടെ നിന്നത്. പക്ഷേ സത്യത്തിൽ ഇപ്പോഴും എനിക്ക് മിസ്സിനെ ഇഷ്ടമാണ്. അവർ ഒപ്പമുണ്ടായിരുന്ന ഫോട്ടോ ഹോജിൻ കാണും. ആ നേരത്താണ് അവിടേക്ക് ഗ്യാങ് വരുന്നത്. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഗ്യാങ്ങും ആ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. വായോ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറയും. ശേഷം അവളുടെ കാര്യം ആലോചിച്ച് ഹോജിൻ കുറച്ച് മൂഡ് ഓഫ് ആയിരിക്കുകയാണ്. ഹാനും ബോങ്ങും അവൻ്റെ കൂടെ തന്നെയുണ്ട്. ബോങ്, എന്നാൽ ഞാൻ വീട്ടിലോട്ട് പൊക്കോട്ടെ. എന്താ എത്ര ധൃതി? ഞാൻ ആക്കിത്തരാലോ. നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ എന്തോ വലുത് വരാൻ പോകുന്നു എന്ന് തോന്നലാ. ആ നേരത്താണ് കുറച്ച് പയ്യന്മാർ അവിടെയുള്ള കാറ് പൊളിച്ച് അകത്ത് കയറാൻ നോക്കുന്നത്. ഹോജിൻ അവർ സ്കൂൾ യൂണിഫോം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൈകാര്യം ചെയ്യാം. ആ നേരത്ത് ഒരുത്തൻ ഒരു പെണ്ണിനെയും കൊണ്ട് നടക്കുന്നത് ഹാൻ കാണും. ഈ പയ്യന്മാർ അവിടെയുള്ള വേറൊരാളുടെ കാറും കൊണ്ട് മുങ്ങാൻ നിൽക്കും. ഹോജിൻ മുമ്പിൽ കയറി ബ്ലോക്ക് ചെയ്യും. അവർ വണ്ടി മുന്നോട്ട് തന്നെ എടുക്കും. വണ്ടി നിർത്താൻ പറയുമ്പോഴും അവർ കേൾക്കില്ല. ഇവിടെ ആ പെണ്ണ് ആടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ERPB ഇൻസ്പെക്ടറാണ്. ഈ പെണ്ണിൻ്റെ കൂടെ നീ എന്താ ചെയ്യുന്നത്? ERPB എന്ന് കേട്ടതും പുച്ഛത്തോടെ ഒരു മിഡിൽ ഫിംഗർ കാണിക്കും. ആ വണ്ടിയുടെ മുകളിൽ നിന്ന് ഹോജിൻ വീഴും. ഹാനിൻ്റെ നേർക്ക് വരുമ്പോൾ അവളും മാറിക്കളയും. ആ പെണ്ണിനെയും കൊണ്ട് അവരവിടുന്ന് പോകുന്നു. പിന്നാലെ അവരും വെച്ചു പിടിക്കും. പക്ഷേ ഹാനിനോട് നടന്നു വായോ എന്ന് പറയും. നിർത്താൻ സമയമില്ല. അങ്ങനെ ചെയ്സാണ്. ആ കാറ് നിർത്താൻ പറയും. ഇവന്മാർ കയ്യിലുള്ള പൂത്തിരി വാണം വെച്ച് അവരുടെ നേർക്ക് ഉപയോഗിക്കാൻ തുടങ്ങും. അത്രയും തലതെറിച്ച പിള്ളേരാണ്. പോരാത്തതിന് വഴിയിലുള്ളവരുടെ മേത്തേക്കുമാക്കും. ഇവിടെ ഹാൻ ഓടി വരുന്നുണ്ട്. ഹോജിൻ വീണ്ടും പറയും വണ്ടി നിർത്താൻ. ഇവന്മാർ 4 തേറി വീണ്ടും വിളിക്കും. അങ്ങനെ സിഗ്നലായി ആളുകൾ റോഡ് ക്രോസ് ചെയ്യാൻ നേരം അവന്മാർ ആ വണ്ടിയും കൊണ്ട് ഇടിക്കാൻ നേരം പെട്ടെന്ന് ഹാൻ ഒരു സൈക്കിൾ എടുത്ത് അടിയിലോട്ടിട്ട് കൊടുക്കും. അങ്ങനെയാണ് ആ വണ്ടി സ്റ്റോപ്പാവുന്നത്. അങ്ങനെ അവന്മാരെ ചെന്ന് പിടിക്കും. നീയൊക്കെ ആരാടാ? കൂട്ടത്തിൽ ആ പെണ്ണ് കുഴഞ്ഞിരിക്കുന്നുണ്ട്. ശേഷം അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അവന്മാർക്ക് ഒരു കൂസലും ഉണ്ടാവില്ല. ഹാൻ ആ പെണ്ണിനോട് കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ അവൾ കുടിച്ചിട്ടുണ്ട്. അത് 3 കുപ്പി. ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പോൾ നീ അവരുടെ ഫ്രണ്ട് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും. പോലീസുകാർ ചീത്ത പറയും. ഒരു കാറ് മോഷ്ടിച്ചു, ലൈസൻസ് ഇല്ലാതെ ട്രാഫിക് നിയമങ്ങൾ നോക്കാതെ ഓടിച്ചിട്ട് ചിലക്കുന്നു. ഇവന്മാർ ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെ ചെയ്യുന്നത്. ഹോജിൻ പോലീസുകാരോട് ഇവരെ എന്ത് ചെയ്യാനാ പ്ലാൻ? ഞങ്ങൾ ഓൾറെഡി ഇവരെക്കുറിച്ച് ചില കേസൊക്കെ ജുവനൈൽ കോർട്ടിലേക്ക് അയച്ചിരുന്നു. അതിനായി കുറച്ച് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു വാർണിംഗ് കൊടുത്ത് വിടാനേ പറ്റൂ. സ്കൂളുകാർക്കും ഇവരെ കൊണ്ട് ശല്യമാണ്. ശേഷം അവിടേക്ക് അവരുടെ ക്ലാസ് ടീച്ചർ വരും. അയാൾ വന്നിട്ടാണ് പുറത്തിറക്കുന്നത്. നാളെ നിങ്ങളെയെല്ലാം എൻ്റെ ഓഫീസിൽ കാണണം. അപ്പോൾ സംസാരിക്കാം ബാക്കി കാര്യങ്ങൾ. നിങ്ങൾ ERPB ആണല്ലേ എന്ന് ചോദിച്ച് പരിചയപ്പെടും. ഒരു പോലീസ് വന്ന് ഒരു അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളും തരണം. അവർ നിങ്ങൾക്കെതിരെ ചൈൽഡ് അബ്യൂസ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശേഷം അവരുടെ സാർ, സംഭവിച്ചതിനൊക്കെ സോറി. ഒരു ടീച്ചർ എന്ന നിലയിൽ എനിക്കൊരു നാണക്കേട് തന്നെയാണിത്. പക്ഷേ സ്കൂളുകാർക്കും ഒരു ഐഡിയയുമില്ല ഇവരെ കൊണ്ട് എന്തു ചെയ്യണമെന്ന്. അവരെ ഡിസ്മിസ് ചെയ്യാനും പറ്റില്ല. കാരണം മിഡിൽ സ്കൂൾ വരെയെങ്കിലും പഠിപ്പിച്ചിരിക്കണമെന്ന് അവിടെ ഒരു റൂളുണ്ട്. ഇറങ്ങാൻ നേരം അവിടേക്ക് ഗ്യാങ്, നിങ്ങൾ ഇത്രയും വലിയ ഓഫീസേഴ്സായിട്ടും ഈ പിള്ളേരെ ഒതുക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലേ? അപ്പോഴാണ് ആ പിള്ളേർ അവിടുത്തെ വണ്ടിയുടെ മേൽ കയറി നിന്ന് ഓരോ അഭ്യാസം കാണിക്കുന്നത്. എന്നിട്ട് അവരുടെ വണ്ടിയുടെ ചില്ലും പൊട്ടിച്ചിട്ടാണ് അവർ പോകുന്നത്. ഗ്യാങ് നാളെ തന്നെ ഇവൻ്റെയൊക്കെ സ്കൂളിൽ ചാർജ് എടുത്തോ എന്ന് പറയും. ശേഷം കാണിക്കുന്നത് അവരുടെ സ്കൂളാണ്. അവിടെ ഒരുത്തനെ വെറുതെ തല്ലുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഇന്ന് നേരത്തെ എത്തിയോ എന്ന് ചോദിച്ച് ഹോജിൻ അവിടെ ഇരിക്കുന്നത്. അടികൊള്ളുന്ന പയ്യനോട് ക്ലാസ്സിൽ പോകാൻ പറയും. നിങ്ങൾ ഇടയ്ക്കൊന്ന് ലീവ് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതാകുമ്പോൾ ബാക്കി പിള്ളേർക്ക് കുറച്ച് ആശ്വാസമാണ്. നിങ്ങൾ ഇന്നലെ ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നില്ലേ? ഞാൻ അതിനൊരു പ്രത്യുപകാരം ചെയ്യാനാണ് തിരിച്ചു വന്നത്. ഒരു ഗിവ് ആൻഡ് ടേക്ക്. ഞങ്ങൾ നിങ്ങളെക്കുറിച്ചൊരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി. നിങ്ങൾ എന്തായാലും ഫ്രീ ആവുമല്ലോ. കൗൺസിലിംഗ് റൂമിലേക്ക് വരാൻ പറയും. പക്ഷേ ആ പയ്യന്മാർക്ക് ഒരു പേടിയുമില്ല. ശേഷം ഹാൻ ആ തല്ലുകൊണ്ട പയ്യനെ ചോദ്യം ചെയ്യും. അവന്മാർ ഇവനെ ബുള്ളി ചെയ്തതിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അവർ ആരെയെങ്കിലും ബുള്ളി ചെയ്യുന്നുണ്ടോ? ഇല്ലെന്ന് പറയും. അവൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും ഇല്ലെന്നായിരിക്കും പറയുക, അല്ലെങ്കിൽ കണ്ടിട്ടില്ലെന്ന്. എല്ലാവർക്കും അവരെ പേടിയായിരുന്നു. ശേഷം ബോങ് വന്ന് ഞാൻ ആ ഡ്രഗ്സ് കഴിച്ച പെണ്ണിനെ പറ്റി അന്വേഷിച്ചു.
അവൾ ആ പയ്യന്മാരുടെ ഫ്രണ്ട്സ് അല്ല. പക്ഷെ ആ പെണ്ണിനെ ഇന്ന് കാണാനും ഇല്ല, മിസ്സിംഗ് ആണ്. ശേഷം ഹാൻ അവൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എടുത്തു നോക്കും. അതിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ അവൻ സ്മോക്ക് ചെയ്യുന്ന ഫോട്ടോയാണ് ഇട്ടിട്ടുള്ളത്. ഇതിവിടെ അടുത്തതായി ഒരു ഒഴിഞ്ഞ ബിൽഡിംഗ് ഉണ്ട്, അവിടെയാണെന്ന് ബോങ് പറയും. ആ നേരത്ത് ആ ഫോട്ടോയിലായി ഇവൻ്റെ പിന്നിൽ ഒരു പൂട്ടിയിട്ട ഒരു അലമാര ഉണ്ട്. അതിൽ നിന്ന് ഒരു ക്ലോത്തിൻ്റെ പീസ് പുറത്തോട്ട് കിടക്കുന്നതായി കാണും. അത് ആ പെണ്ണ് തന്നെ ആയിരിക്കുമെന്ന് അവർ മനസ്സിലാക്കി അവർ ആ റൂമിലേക്ക് ചെല്ലും. അത് പൂട്ടിയിട്ടേക്കാണല്ലോ. ഹാന് ബോങ്ങിനെ പിടിച്ച് അവൻ്റെ പാൻറ്റിൻ്റെ ബെൽറ്റ് അഴിച്ചെടുക്കും. ഇവൻ പേടിക്കും ഇവളെന്താ ചെയ്യുന്നതെന്ന് വെച്ച്. ആ ബെൽറ്റ് വെച്ച് തുറക്കുകയും അതിൽ ആ പെണ്ണ് ഉണ്ടാവുകയും ചെയ്യും. ആകെ കണ്ണൊക്കെ ചുമന്ന് പേടിച്ച് വിറച്ചിരിക്കുകയാണ്. കയ്യിലും കാലിലും ഒരുപാട് മുറിവുകളുണ്ട്. ശേഷം നേഴ്സിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകും. ഹാൻ, നീ എങ്ങനെ അതിൽ വന്നത്? അവന്മാരാണോ? ഇന്നലെ എങ്ങനെയായിരുന്നു അവന്മാരുടെ ഇടയിൽ പെട്ടത്? അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞങ്ങൾ ഒരുമിച്ച് കുടിച്ചതാണെന്ന്. എന്നിട്ട് ഇന്നലെ നിന്നെ ആൽക്കഹോളിൻ്റെ മണമൊന്നും ഉണ്ടായില്ലല്ലോ. ഇവൾ ആ ബാഗ് മുറുക്കി പിടിക്കുന്നത് ഹാൻ ശ്രദ്ധിക്കും. ആ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അതിൽ നോക്കുമ്പോൾ ഡ്രഗ്സ് ഉണ്ടാവും. ഇതെന്താ? അത് സപ്ലിമെൻ്റ് ആണ്, ഒരു എനർജിക്ക് വേണ്ടി. ഓ, എന്നാൽ എനിക്കും വേണം കുറച്ച് എനർജി എന്ന് പറഞ്ഞ് വായിലോട്ട് ഇടാൻ നേരം പെട്ടെന്ന് അവൾ തടയും. അപ്പോൾ ഇന്നലെ നീ ഈ ഡ്രഗ്സ് ആണല്ലേ കഴിച്ചത് എന്ന് ചോദിക്കും. എന്നിട്ട് അവളുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഇവൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അവൻ വന്ന്, നീ ലഞ്ച് കഴിച്ചിരുന്നോ? ഇല്ല, ഞാനിപ്പോൾ ഡയറ്റിലാണ്, ഒരുപാട് അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ നീ ഇത് കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ആ ഡ്രഗ്സ് എടുക്കും. ഇത് കഴിച്ചാൽ പെട്ടെന്ന് നിൻ്റെ വെയിറ്റൊക്കെ കുറയും, നീ സ്ലിം ബ്യൂട്ടി ആവും എന്നൊക്കെ പറയും. ഇവൾക്കറിയില്ല ഇത് ഡ്രഗ്സ് ആണെന്ന കാര്യം. കുപ്പിയിലിട്ട് കലക്കി അവൾക്ക് കുടിക്കാൻ കൊടുക്കും. ശേഷം പിറ്റേ ദിവസം അവൻ ചെന്ന്, ഇന്നലെ നിൻ്റെ റീൽസ് ഞാൻ കണ്ടിരുന്നു, കാണാൻ അടിപൊളിയായിരുന്നു, നല്ല സുന്ദരിയായി തോന്നി അതിൽ. ആ മരുന്ന് നിനക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അവൾ അത് ഇനിയും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവൻ ഒരെണ്ണം കൂടെ കൊടുക്കും. ശേഷം വേറൊരു ദിവസം അവൾ വീണ്ടും ചോദിക്കും. അപ്പോൾ ഇനി ഫ്രീ ആയി തരാൻ പറ്റില്ല, ക്യാഷ് വേണമെന്ന് പറയും. അങ്ങനെ 30,000 വോൺ കൊടുത്ത് ഒരെണ്ണം കൂടെ വാങ്ങും. ഇവൾ ഇതിന് അഡിക്റ്റായി വീണ്ടും കാശ് കൊടുത്ത് സാധനം വാങ്ങാൻ തുടങ്ങും. അങ്ങനെ കുറച്ച് കഴിയുമ്പം ഇവളുടെ കയ്യിലുള്ള ക്യാഷൊക്കെ തീർന്നു പോകും. വീണ്ടും അവൾ അതിനായി ആവശ്യപ്പെടും. നിൻ്റെ അതിന് ക്യാഷ് ഇല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്. ഇവർക്ക് ഇതിൻ്റെ കച്ചവടമുണ്ട്. അതിൽ ഇതുപോലെ അഡിക്റ്റായ കുറച്ച് പേരുണ്ട്. അവരോട് അതെല്ലാം വിറ്റ് ഒരു ടാർഗറ്റ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ചെയ്താൽ അവർക്കൊരു ഡ്രഗ് ഫ്രീ ആയി കിട്ടും, ക്യാഷ് കൊടുക്കാതെ തന്നെ. പക്ഷെ അവർ തരുന്നതെല്ലാം വിറ്റൊഴിക്കണം. അവൾ എന്നാൽ ഇതിന് ഞാനില്ലെന്ന് പറയുമ്പോൾ അവൻ ആ ദേഷ്യത്തിൽ അവളുടെ കയ്യിലുള്ള മരുന്നെല്ലാം ചവിട്ടി പൊടിയാക്കും. ഇതൊക്കെ വേറൊരുത്തൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിനക്കൊരു ചാൻസ് കൂടെ വേണമെന്ന് ചോദിക്കുമ്പോൾ അവൾ അതിന് സമ്മതിക്കും. എന്നിട്ട് ആ മരുന്ന് അവൾ പെറുക്കിയെടുക്കും. എന്നിട്ട് അവൾ മാറി നിന്ന് ഒരുപാട് കരയും. അവിടെയുള്ള സ്കൂൾ പോലീസ് റിപ്പോർട്ടിംഗ് ബോക്സ് അവൾ കാണും. ശേഷം ഇവന്മാരെയെല്ലാം പോലീസ് വന്ന് കൊണ്ടുപോകും. എല്ലാ കുട്ടികളും ഇവരെ കൂവി വിടുന്നുണ്ട്. പക്ഷേ ഇവർക്കൊരു കൂസലുമില്ല. അവൾ തന്നെയായിരിക്കും അത് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഇവൻ വീണ്ടും സ്കൂളിലേക്ക് വരും. ഇവളാണ് അത് ചെയ്തതെന്ന് ഇവന് മനസ്സിലായിട്ടുണ്ട്. ഇവൻ അവളെ അടിക്കാൻ തുടങ്ങും. നീ എന്താ വിചാരിച്ച് ഞങ്ങളൊക്കെ ജയിലിൽ പോകുമെന്നോ? ഒരു വാണിംഗ് തന്ന് ഞങ്ങളെ വിട്ടു. എന്നിട്ടാണ് അവളെ ആ അലമാരയിലിട്ട് പൂട്ടിയത്. അവൾ ഒരുപാട് പേടിക്കും. ഇതിൻ്റെ ഒരു ഓർമ്മക്കായാണ് അവർ ആ അലമാരയുടെ മുമ്പിൽ നിന്ന് സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്തത്. ശേഷം ഇതൊക്കെ കേട്ട ഹാൻ, നിനക്കിത് എല്ലാവരുടെ മുമ്പിലും ചെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ എന്തു ചെയ്യാനാ? ഞങ്ങളുടെ സ്കൂൾ ടീച്ചർ, സ്കൂളും പോലീസിനും പോലും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓരോന്ന് കഴിയുമ്പോഴും ഞാൻ വിചാരിക്കും അവൻ ഇതുകൊണ്ട് നിർത്തുമെന്ന്. പക്ഷെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞ് അവൾ കരയും. ഹാൻ അവളെ ആശ്വസിപ്പിക്കുന്നു. ERPB അങ്ങനെയല്ല, ഇവർക്കൊക്കെ കറക്റ്റ് ശിക്ഷ തന്നെ കിട്ടും. അതുകൊണ്ട് ഞങ്ങളെ വിശ്വസിക്ക്, ഞാൻ നിന്നെ രക്ഷിക്കും. ശേഷം ഹോജിൻ അവരുടെ അടുത്ത് നിന്ന് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ കൊടുക്കും. അതിൽ അവർ പോയി ചാവട എന്നൊക്കെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. പെട്ടെന്ന് ദേഷ്യം കൊണ്ട് അലറി ഹാൻ ആ റൂമിലേക്ക് എത്തും. ഹോജിൻ അവളെ തടയും. അവൾ, ഇത് ബുള്ളിയിങ്ങും അടിക്കലൊന്നുമല്ല, ഡ്രഗ് സപ്ലൈ ചെയ്യലാണ് ഇവൻ്റെയൊക്കെ പണി. ബാക്കി കുട്ടികൾക്ക് അത് കൊടുത്ത് അവരെ അഡിക്റ്റാക്കി അത് സപ്ലൈ ചെയ്യാൻ അവരെ നിർത്തും. ഹോജിൻ, ഇതൊക്കെ സത്യമാണോ? അവൻ, ഇതൊക്കെ ഒരു പ്രശ്നമാണോ? എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. കുറേ നേരമായി എൻ്റെ ക്ഷമ നീ പരീക്ഷിക്കുന്നു. അപ്പോൾ എനിക്ക് 18 ആവുന്നത് വരെ ഞാനിത് ചെയ്യൂ. അത് കഴിഞ്ഞാൽ ഞാൻ നിർത്തും, സത്യമായിട്ട് നിർത്തും. അപ്പോൾ തന്നെ അവർ ചിരിക്കാനും തുടങ്ങും. നിങ്ങൾക്കിത് ഇഷ്ടമായില്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തോളൂ. ശേഷം ഇതിൽ ഒരുത്തനെ പട്ടിയെ വിട്ട് ഓടിപ്പിക്കും. എന്നിട്ട് നേരെ ഹോജിൻ്റെ വണ്ടിയിലേക്കാണ് അവൻ കയറുന്നത്. വേറെ രണ്ടെണ്ണത്തിനെ ബോങ് പിന്നാലെ ഓടിപ്പിച്ച് വണ്ടിയിൽ കയറ്റും. മറ്റവനെ ഹാൻ ഓടിക്കുന്നുണ്ട്. ഇവൻ ഓടി ഒരു ജിമ്മിലേക്ക് കയറും. ഇവൻ്റെ തോന്നിവാസം കണ്ട് അവിടെയുള്ളൊരു പെണ്ണ് ബോക്സിംഗ് ഗ്ലൗസ് വെച്ച് മോന്തക്കൊന്ന് കൊടുക്കും.
ഹോജിൻ അവർ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് പറയും. ഈ നിമിഷം മുതൽ നീയൊക്കെ മൂഞ്ചി എന്ന് പറയും. ശേഷം ഇവരെ ജുവനൈൽ ഹോമിലേക്ക് കൊണ്ടുപോകും. എന്നാലും ഇവർ ഭയങ്കര കൂളായിട്ടാണ് നിൽക്കുന്നത്. ഇതൊക്കെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഗ്യാങ്ങിൻ്റെ പവർ വെച്ചാണ് ചെയ്യുന്നത്. ഇതിനുള്ള അനുമതിയൊക്കെ കൊടുത്തത് ഗ്യാങ് ആണ്. എന്നിട്ട് അവരുടെ എല്ലാം സാധനങ്ങൾ എടുത്തു വെച്ച് അവരോട് ഡ്രസ്സ് അഴിച്ച് നിൽക്കാൻ പറയും. ഉള്ളിൽ എന്തേലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാൻ അവരുടെ ആസനം വരെ ചെക്ക് ചെയ്യും. സത്യമായിട്ടും അതെല്ലാം നോക്കിയിട്ടാണ് എല്ലാം ഉറപ്പ് വരുന്നത് തന്നെ. അവരുടെ മുടി ട്രിം ചെയ്ത് കുട്ടപ്പനാക്കി ഡ്രസ്സൊക്കെ കൊടുക്കും. അവിടെ ഓഫീസേഴ്സായി ഹോജിനും അവൻ്റെ ടീമും ഉണ്ട്. ഇതും ഗ്യാങ്ങിൻ്റെ പണിയാണ്. ഇവന്മാർ വരുമ്പോൾ പുതിയ കുട്ടികൾ വന്നതിൻ്റെ ത്രില്ലിലാണ് ബാക്കി ആൾക്കാർ. അവൻ തെറിയും കാണിച്ച് വിടുന്നുണ്ട്. അവിടെയുള്ളവന്മാരെ കണ്ട് ബോങ്ങിന് തന്നെ പേടിയാവും. അങ്ങനെ ഇവരുടെ റൂമിലേക്ക് എത്തും. ഹാനായിരിക്കും ഇവരുടെ കാര്യം നോക്കുന്നത്. അവൻ ദേഷ്യപ്പെടും. അവരെ ഇവിടെ കൊണ്ടുവന്നതിന് നിനക്കത്ര ദേഷ്യം ഉണ്ടെങ്കിൽ എന്നെ അടിക്ക്. ഹോജിൻ ഇനിയെല്ലാം നിന്റെ കയ്യിലാണ് ഹാൻ എന്നും പറഞ്ഞ് ബോങ്ങിനെയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകും. ബോങ് ഹോജിനോട് എനിക്കറിയാം അവർ കുട്ടികൾ തന്നെയാണെന്ന്, പക്ഷെ അവർ 4 പേരില്ലേ? നിനക്ക് പേടിയുണ്ടല്ലേ? നീ പറഞ്ഞത് ശരി തന്നെയാണ്, എനിക്കും പേടിയുണ്ട് ആ 4 എണ്ണത്തിനെ ഓർത്ത്. ഇവിടെ അവന്മാർ വളയും. അവൾ നല്ല രീതിക്ക് തന്നെ എല്ലാത്തിനും കൊടുക്കും, നല്ല കണക്കിന് കൊടുക്കും. ശേഷം ബോങ് അവർക്കൊരു ടൈം ടേബിൾ കൊടുക്കും. രാവിലെ 6:30 എണീക്കണം, 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ അടുത്ത 3 മണിക്കൂറിൽ നിങ്ങൾക്കുള്ള വ്യായാമം, അത് കഴിഞ്ഞാൽ നട്ടുച്ചക്ക് ഒരു ജോഗിങ്, അത് കഴിഞ്ഞാൽ ബോങ്ങിൻ്റെ വക കമ്പ്യൂട്ടർ ക്ലാസ്സും. ക്ലാസ് ശ്രദ്ധിക്കില്ലെന്ന് തോന്നിയാൽ അപ്പോൾ ഹാനെ വിളിക്കും. പെട്ടെന്ന് തന്നെ നല്ല കുട്ടികളാവും. അങ്ങനെ ഡെയിലി ഇത് തന്നെ ഇവന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തുടങ്ങും. എന്തു പറയുന്നു എല്ലാം അതുപോലെ ചെയ്യും. ശേഷം ഇവർ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൽ റെഡ് പാച്ചുള്ള ഷർട്ട് ഇട്ടവന്മാർ ഇവരെ തട്ടിപ്പോകുന്നുണ്ട്. റെഡ് പാച്ച് ഉള്ളവരൊക്കെ കൊലക്കുറ്റം ചെയ്തു വന്നവരാണ്. അത് കേട്ട് ഇവർക്കൊരു പേടി വരും. അവിടേക്ക് ഹോജിൻ വന്ന് ഇന്ന് തൊട്ട് ഈ ജുവനയിലുള്ള കുട്ടികൾക്കാണ് ആദ്യം ഫുഡ് കൊടുക്കുക. ഇത് കേട്ട് ബാക്കി എല്ലാവർക്കും ദേഷ്യം വരും. ഹോജിൻ എല്ലാത്തിനെയും അവരുടെ ഇടയിലേക്ക് പറഞ്ഞു വിടും. ഹോജിൻ മനഃപൂർവ്വം കൊടുത്ത പണിയാണിത്. ഇതിൻ്റെ ചുരുക്ക് അവിടെയുള്ള എല്ലാവർക്കും ഇവരോടുണ്ടാവും. എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഫുഡ് ഇവർക്ക് ഇട്ട് കൊടുക്കും. അതും ഹോജിൻ തന്നെ. അങ്ങനെ ഫുഡ് ഐറ്റംസിൽ ഏതാണ്ട് ഒക്കെ തീർന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് വീണ്ടും ദേഷ്യം വരും. എല്ലാവരും ഇവരെ പൊതിയും. ആകെ പേടിച്ചാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ കഴിക്കാൻ നേരത്ത് പോലും ഒരു സ്വസ്ഥത കൊടുക്കില്ല. എല്ലാവരെയും ഇരുന്ന് തീറ്റിക്കും അവന്മാർ. ശേഷം അവർ വേണം അവിടെയുള്ള പാത്രം മൊത്തം കഴുകാൻ. ഇവർ ഇവിടെയുള്ള കാര്യം ഇവൻ്റെയൊക്കെ പേരൻസ് അറിഞ്ഞിട്ട് പോലുമില്ല. അതൊക്കെ ഹോജിൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കവരെ അറിയിക്കണ്ടേ നമ്മൾ ഇവിടെയുള്ള കാര്യം. അപ്പോഴാണ് വീണ്ടും പാത്രങ്ങൾ അവിടേക്ക് കൊണ്ടുവരുന്നത്. ഇത് കണ്ട് ദേഷ്യം വരും. അവൻ നല്ല ചീത്ത പറയും. അവനെ അടിച്ച് വെള്ളത്തിലിട്ട് മുക്കി കൊല്ലാൻ നോക്കും. ഇത് കണ്ട് ഓഫീസേഴ്സ് അവിടെ എത്തും. ഹോജിൻ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല സാർ, ഞാൻ വെള്ളത്തിലേക്ക് വീഴാൻ പോയപ്പോൾ ഇവൻ എന്നെ രക്ഷിച്ചതാണെന്ന് പറയും. ഇതെന്താ സംഭവമെന്ന് അവന് മനസ്സിലാവില്ല. ശേഷം ഹോജിൻ നീ ആ പയ്യനെ അടിച്ചിരുന്നോ? അവൻ്റെ പേര് കിം എന്നാണ്. നീ ആരുടെ കൂടെ വേണേലും പോയി തല്ലുണ്ടാക്കിക്കോ. അവൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കണ്ട. അവൻ എങ്ങനത്തെ ആളാണെന്ന് നിനക്കറിയോ? അവനെ ബുള്ളി ചെയ്യുന്നവന്മാരുടെ ശല്യം അവൻ കൊന്നിട്ടാണ് തീർത്തത്. എല്ലാത്തിനെയും ബ്രൂട്ടലായി കുത്തിക്കൊന്നു. എടാ അതാടാ നമ്മൾ ന്യൂസിൽ കണ്ട ബുള്ളി കില്ലർ. പെട്ടെന്ന് അവർ ടെൻഷനാവും. ആ നേരത്താണ് അവിടേക്ക് കിമ്മ് വരുന്നത്. ഇവനെ കാണുമ്പോൾ തന്നെ അവരുടെ മുട്ട് വിറക്കാൻ തുടങ്ങും. ശേഷം ഇവൻ വന്ന് പാത്രം കൊണ്ടുകൊടുക്കുമ്പോഴും ഇവർ നല്ല പേടിയിലാണ്. കിം അവിടുന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് പോകും. ഇത് അവൻ കാണുന്നുണ്ട്. ശേഷം ഒരു സ്പൂണ് മിസ്സിംഗ് ആണെന്ന് കണ്ടെത്തി ഓഫീസേഴ്സ് എല്ലാവരെയും സെർച്ച് ചെയ്യും. ഈ സ്പൂണ് ഒരു വെപ്പണാക്കി ആളുകളെ കൊല്ലാറുണ്ട്. അതാണ് അവർ ഈ സ്പൂൺ അന്വേഷിക്കുന്നത്. ആ നേരത്ത് അവൻ കിമ്മിൻ്റെ ഒരു സ്പൂൺ ഉണ്ടെന്ന് പറയും. പക്ഷെ സ്പൂണല്ല, പേസ്റ്റ് ആയിരിക്കും അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുക. അങ്ങനെ വീണ്ടും സെർച്ച് ചെയ്യാൻ തുടങ്ങും. ആ നേരത്ത് കിമ്മ് ആ സ്പൂൺ വെച്ച് ഒരു വെപ്പൺ ഉണ്ടാക്കിയിരുന്നു. അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അത് വെച്ച് അവനെ കൊല്ലാൻ നിൽക്കും. അവൻ ഓടും. നല്ല രീതിക്ക് നീയൊന്നും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഇനിയുള്ള ദിവസം നരകം എന്താണെന്ന് നീ കാണും, ഞാൻ കാണിച്ചു തരുമെന്ന് പറയും. മറ്റവൻ്റെ പേടിച്ച് മൂത്രം പോയിട്ടുണ്ടാകും. ശേഷം ഗ്യാങ് വരുമ്പോൾ അവിടെ ERPBക്കെതിരെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടികളെ എന്തിനാണ് ജുവനൈൽ ഹോമിലേക്ക് അയച്ചത്? അതൊരു ട്രിപ്പായിരുന്നു. പെട്ടെന്ന് തന്നെ വന്നോളും. അപ്പോൾ നിങ്ങളെന്താ ആളെ കളിയാക്കാണോ? ഞങ്ങളോട് നിങ്ങൾ പെർമിഷൻ ചോദിച്ചോ? അപ്പോൾ എല്ലാം നിങ്ങളുടെ പെർമിഷൻ ചോദിച്ചാണോ നിങ്ങളുടെ മക്കളെല്ലാം ചെയ്യാറ്? നിങ്ങൾ നാളെ എല്ലാവരും സ്കൂളിലേക്ക് വായോ. ചിലപ്പോൾ അവരെ അവസാനമായി കാണാനുള്ള അവസരമായിരിക്കും അത്. ശേഷം അവരെ സ്കൂളിലേക്ക് കൊണ്ടുവരും. അവരുടെ പേരൻസും ഉണ്ട് അവിടെ. ആ പേരൻസ് ഗ്യാങ്ങിനോട് ഒരുപാട് ദേഷ്യപ്പെടും.
ഹോജിൻ ആ ഡ്രഗ് കാണിച്ച് ഇതെന്താണെന്നറിയോ, പറഞ്ഞു കൊടുക്കടാ. അവൻ അത് എനർജിക്ക് വേണ്ടിയുള്ള സപ്ലിമെൻ്റ് ഗുളികയാണെന്ന് പറയും. അപ്പോൾ എല്ലാം കൂടെ അവൻ്റെ അണ്ണാക്കിലോട്ട് തട്ടും. ഇവനെല്ലാം വായിൽ നിന്ന് വിരലിട്ട് ഛർദ്ദിച്ച് കളയാൻ നോക്കും. ഹോജിൻ, അതെന്താടാ, നിനക്ക് എനർജി വേണ്ടേ? ഹോജിൻ കൊടുത്തത് ശരിക്കുള്ള ഡ്രഗ് അല്ല, വേറെ ഗുളികയാണ്. ശരിക്കുള്ള ഡ്രഗ്സ് കാണിച്ച് ഇതെല്ലാം ഇവർ ബാക്കി കുട്ടികൾക്ക് സപ്ലൈ ചെയ്തു. പക്ഷേ അവൻ്റെ അമ്മ അത് വിശ്വസിക്കില്ല. അപ്പോൾ അതിൻ്റെ തെളിവെല്ലാം കാണിക്കും. അതിലൂടെ അവരുണ്ടാക്കിയ കാശും യൂസ് ചെയ്തതിൻ്റെ സൈഡ് എഫക്റ്റും. അപ്പോൾ അവരുടെ പാരൻസ്, ഞങ്ങൾ എന്ത് വേണേലും ചെയ്യാം, എത്ര ക്യാഷ് വേണേലും സെറ്റിൽ ചെയ്യാം. പെട്ടെന്ന് ഗ്യാങ്ങിന് ദേഷ്യം വരും. നിങ്ങൾക്ക് വേണ്ടെങ്കിലും സ്കൂളുകാർക്ക് ഇത് വേണം. ഇനി സ്കൂളിന് പറ്റിയില്ലെങ്കിൽ സൊസൈറ്റി ഒരു പാഠം പഠിപ്പിക്കും ഇവരെ. അങ്ങനെ ആർക്കും പറ്റാത്തത് കൊണ്ടാണ് ERPBക്ക് ഇതിൽ ഇടപെടേണ്ടി വന്നത്. അവർ മുട്ടുകുത്തി നിന്ന് സോറി പറയാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളോട് ക്ഷമിക്കേണ്ടത് ഞാനല്ല എന്ന് പറഞ്ഞ് ആ പെണ്ണിനെ വിളിക്കും. അവൾ വന്ന് നിന്നോടൊന്നും ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ലെന്ന് പറയും. അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇവൻ ദേഷ്യം കൊണ്ട് ഇവളുടെ നേർക്ക് വരുമ്പോൾ ഹാൻ അവനെ അടിച്ചു വീഴ്ത്തും. ഗ്യാങ് ഇവരെ റിലീസ് ചെയ്യണമെന്ന പാരൻസിൻ്റെ റിക്വസ്റ്റ് ഞാൻ നിരസിച്ചിരിക്കുന്നു. അവരെ ജുവനൈൽ ഹോമിലേക്ക് വീണ്ടും കൊണ്ടുപോകാൻ ഹോജിൻ പറയും. ഹാൻ അവളെ സമാധാനിപ്പിക്കുകയും ചെയ്യും. ശേഷം ഇവർ വീണ്ടും ആ ജയിലിലേക്ക് പോകുന്ന സമയം മുമ്പിൽ കിം നിൽക്കുന്നുണ്ട്. ഇവർ പേടിച്ചിട്ട് കയറാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ഹോജിൻ, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ കിട്ടിയിരിക്കുമെന്ന് പറയും. ശേഷം ഹോജിൻ കിമ്മിനോട് എന്നെ സഹായിച്ചതിന് നന്ദിയുണ്ട്. അപ്പോൾ എനിക്കൊരു വാക്ക് തരാമോ? എനിക്ക് സംഭവിച്ച പോലെ വേറെ ആർക്കും സംഭവിക്കാതെ നിങ്ങൾ നോക്കണം. നിങ്ങളെക്കൊണ്ടേ അതിന് പറ്റൂ. ശരിക്കും ഈ കിം ഒരു പാവമാണ്. ആ നേരത്ത് അവിടെയുള്ള ഒരുത്തൻ പുറത്തൊരു കണക്കുണ്ട്, അത് തീർക്കാൻ കത്തിയെടുത്ത് അവനെ കുത്തുന്നു. ഇത് കണ്ട് ഹോജിനും അവിടേക്ക് ചെല്ലും. പക്ഷെ കുത്ത് കിട്ടിയത് അവനായിരിക്കില്ല. വേറൊരുത്തൻ അതിനിടയിൽ ചെന്ന് ആ കത്തി പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് ചിയോളായിരിക്കും, ഹോജിൻ്റെ വൈഫിനെ കുത്തിക്കൊന്നവൻ. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.